അതൊക്കെ ശരിയാടാ മുരളി, പക്ഷേ ഇതൊരു അത്യാവശ്യമായി പോയി. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അത് നീ അതെത്ര കഷ്ടപ്പെട്ടാന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയാം. അന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നതല്ലേ? അല്ല, ഇപ്പൊ കൈവിട്ട് കളഞ്ഞാലേ സിറ്റിക്കകത്ത് അതേപോലെ ഒരു സ്ഥലവും വീടും കൂടെ കിട്ടൂല. ഈ ജന്മത്ത് നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അത് സത്യം തന്നെയാ. പക്ഷേ എടാ, ഭാഗ്യമോൾക്ക് വേണ്ടി നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോടാ? നിന്റെ ഈ ലോട്ടറി കച്ചവടം കൊണ്ട് അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പണ്ടാണെങ്കിലേ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവിടെ കല്യാണത്തിന്റെ ചെലവ് മാത്രം പറഞ്ഞാ മതി. ഇപ്പൊ അതാണോ? പഠിപ്പിനൊക്കെ എന്താ ചെലവ്? കല്യാണത്തേക്കാ കൂടുതലേ. അതിന് വേണം ഏതിന്? പഠിപ്പിന്. അവക്കൊരു കാര്യം വരുമ്പോ അത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അവളെപ്പോലൊരു മോൾക്ക് വേണ്ടി തന്നെയാടാ. അവളും ഞങ്ങളുടെ മോളാ. നീ ആരെ കുറിച്ചായി പറയണേ? കുറച്ചു ദിവസം എന്റെ കൂടെ ലോട്ടറി വിൽക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കൃഷ്ണ. നിന്റെ നാട്ടിലെ കൊച്ച്. അതൊരു പാവാടാ. അതിന് അമ്മ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല ആ പാവങ്ങളുടെ കയ്യില്. ഇപ്പോ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നിരിക്കുക. അമ്മ ആശുപത്രിയിലാടാ. അതിനു വേണ്ടിയാ ഞാൻ ഈ കാശ് അന്വേഷിക്കുന്നത്. എടാ, എന്നാലും നീ എന്നെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കണ്ട. എനിക്കും സുനന്ദയ്ക്കും അതിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. മുരളി, അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരാളിനെ വേണം നോക്കാൻ. ആളെയൊക്കെ കിട്ടും. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാടാ. ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരാളെ കൊണ്ടുവരാം. അഥവാ നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരില്ലടാ. ഞങ്ങളത് ഉറപ്പിച്ചതാ. നമ്മൾ പാവങ്ങളല്ലേ, പരസ്പരം സഹിക്കാനേ ഉള്ളൂ. എല്ലാം ദൈവം തീരുമാനിച്ചതാവും.